Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ JBL 1500 വാട്ട്സിന്റെ ആംപിന്റെ ഒരു റിവ്യൂ അതേപോലെ തന്നെ ബ്ലോപ്പങ്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നമ്മളെ ആംപ്ലിഫയറിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്യുക. ആദ്യം നമ്മളെ ബോക്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം അതിന്റെ വാട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്കത് ആദ്യം അതിന്റെ വാട്ട്സും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കാം. ഇതിന് ശേഷം നമുക്ക് അൺബോക്സ് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ബ്ലോപ്പങ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആംപ്ലിഫയർ. ബ്ലോപ്പങ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ജർമ്മൻ ബ്രാൻഡാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല സോണിയും പൈവേറിന്റെ കൂടെയൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു എതിരാളിയായിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മളെ ബ്ലോപ്പങ്ക് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ആൽപ്പിയൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഷോറൂമിൽ വെച്ചിട്ടുണ്ട്. മുമ്പ് കാര്യങ്ങളിൽ ബ്ലോപ്പങ്ക് ആയിരുന്നു ഷോറൂമിൽ, അതായത് കമ്പനി സ്റ്റീലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ ഉള്ള ആംപ്ലിഫയർ ആണ് ഇത്. ഈ ആംപ്ലിഫയർ എന്നത് 2 ചാനൽ ആംപ്ലിഫയർ ആണ്. GTA 260 എന്നാണ് വരും വരുന്നത്. 360 വാട്ട്സ് ആണ് ഈ ആമ്പിന്റെ ശരിക്കുള്ള പവർ. ശരിക്കുള്ള പവർ എന്ന് വെച്ചാൽ 360 വാട്ട്സ് ആണ്. അപ്പം നമുക്ക് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ശരിക്കും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 മോഡലാണ് ഈ ആംപ്ലിഫയർ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. ഏകദേശം പ്രൈസ് എന്ന് വെച്ചാൽ 6690 ആണ് ഇതിന്റെ MRP വന്നിരിക്കുന്നത്. കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, കൺട്രി ഓഫ് ഒറിജിനൽ ചൈന. അപ്പോൾ മെയ്ഡ് ഇൻ PRC തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാ അസംബ്ലി എല്ലാം ചൈനയാണ് വരുന്നത്, അതുകൊണ്ടാണ് മെയ്ഡ് ഇൻ PRC വരുന്നത്. ഇപ്പം നേരത്തെ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു, ചൈന പ്രോഡക്റ്റ് ഒന്നും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ആ റീജിയനൊക്കെ മാറ്റിയിട്ട് ഇപ്പം അവരുടെ സ്വന്തം നൈംസും കാര്യങ്ങളിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരിൽ തായ്വാൻ ആണെന്നുണ്ടെങ്കിൽ തായ്വാൻ, അല്ലെന്നുണ്ടെങ്കിൽ മലേഷ്യ, ജപ്പാൻ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഇതിന്റെ ശരിക്കുള്ള വാട്ട്സ് വെച്ച് കണ്ടല്ലേ, സ്റ്റീരിയോ മോഡ് മാക്സിമം പവർ 2 ചാനൽ സ്പീക്കറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ 2 ചാനൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആംപ് വന്നിട്ട് 2 ചാനലാണ്. അപ്പം 2 ചാനലിലോട്ട് കൊടുക്കുമ്പോൾ 180 വാട്ട്സിലോട്ടാണ് അത് പോകുന്നത്. മനസ്സിലായില്ലേ? 2 × 180 4 ഓം. അതേസമയം നമ്മൾ മോണോ മോഡിലോട്ട് മാറാൻ നേരത്ത് 360 വാട്ട്സിലോട്ടാണ് പോകുന്നത്. അതേപോലെ 2 ചാനൽ സ്റ്റീരിയോയ്ക്ക്, അതായത് സ്റ്റീരിയോ മോഡിലോട്ട് പോകാൻ നേരത്തെ ശരിക്കുള്ള RMS എന്ന് പറയുമ്പോൾ 2 × 60 RMS 4 ഓം ആണ് വന്നിരിക്കുന്നത്. അതേസമയം മോണോ മോഡിലോട്ട് പോകും. മോണോ മോഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുന്നതിന്റെ മോണോ മോഡ് എന്ന് പറയുന്നത്. കാര്യം ആ മോണോ ബ്ലോക്ക് ആംപ് എനിക്ക് ഒരെണ്ണം റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്. പോരാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നമ്മളെ സിവിക്കിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം പുള്ളി സിവിക്ക് കൊടുത്തിട്ട് പുള്ളി വേറൊരു സിവിക്ക് വാങ്ങുന്നുണ്ട്. അപ്പം വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ പുള്ളിയുടെ ആമ്പിൻ്റെ അകത്തൊരു IC കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയിപ്പോയി. അപ്പോൾ അതിന്റെ ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് ആ മോണോ ബ്ലോക്ക് പോകുമ്പോൾ എനിക്ക് എന്തായാലും റിവ്യൂ ചെയ്യാനായിട്ടും കിട്ടില്ല, അത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്കായിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം കറക്റ്റുള്ള മോണോ ബ്ലോക്ക് ആംപ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതിനകത്തുള്ള ശരിക്കും മോണോ ബ്ലോക്ക് സീരിയലുകളുടെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ, 180 RMS ആണ് നമ്മളെ ഇതിൽ നിന്ന് സ്പീക്കറിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 10 to 3000 ഹെഡ്സ് വരെ കണ്ടല്ലേ, 3000 ഹെഡ്സ് വരെ പോകും കേട്ടോ ഇതിനകത്ത്. നമ്മളെ ഫ്രീക്വൻസി ഹെഡ്സ് എന്ന് പറയുന്നത്. കാര്യം അത് ഓരോന്നിൻ്റെ അകത്തുള്ള ഫ്രീക്വൻസി നമ്മളെ ഹെഡ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതായത് നമ്മളെ ഫ്രീക്വൻസി ബാസിന്റെ ട്രിബിളും കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ടു നോയ്സ് റെഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള 75 dB1 ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ലെവൽ ഇൻപുട്ട് S ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് സെൻസിറ്റിവ് എന്ന് വെച്ചാൽ 0.2.8 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ എന്ന് വെച്ചാൽ 18 ഹെഡ്സ് ആണ്, അതായത് 80 ഹെഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ ആണ് നമുക്ക് ബാസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തരുന്നത്. ഹൈ പാസ് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഭയങ്കര ബാസും കാര്യങ്ങളും തരത്തില്ല. അത് നമ്മൾ ഫ്രീക്വൻസി വെച്ച് നമ്മൾ ക്രോസ് ഓവർ ഇട്ട് നമുക്ക് കണക്ട് ചെയ്ത് കുറയ്ക്കുവാനും കൂട്ടുവാനുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പോരാത്തതിന് അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കൂടെ തന്നിട്ടുണ്ടല്ലേ. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഒരു കമ്പനി പറഞ്ഞിരിക്കുന്നത്. ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് വന്നിരിക്കുന്നത്. കാര്യം കമ്പനിക്ക് കൊടുത്ത ഒരു വാറണ്ടി ചെയ്ത് തരുന്നതിന് പകരമായിട്ട് അവർ റീപ്ലേസ് ചെയ്ത് തരാനാണ് മാക്സിമം നോക്കാറ്. പിന്നെ അതിന്റെ കൂടെ ഹൈ പാസ് ഫിൽറ്ററിനുള്ള വയറാണ് ഇത്. നമ്മളെ സ്പീക്കറിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മളെ ആംബിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഇതിനേക്കാളും നല്ലത് സത്യം പറഞ്ഞാൽ ലോ പാസ് ഫിൽറ്ററാണ് നമുക്ക് എപ്പോഴും നല്ലത്. അതായത് RC കൺവേർട്ടർ എടുക്കുന്നതായിരിക്കും. അതിനകത്ത് അപ്പം നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള ബാസും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഓവറായിട്ടുള്ള ബാസും കാര്യങ്ങളും കയറിയത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇഷ്ട രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്ന പോലെ. നമ്മളെ ആംപ്ലിഫയർ ആണല്ലേ, ഇത് കുഞ്ഞൊരു ആംപ്ലിഫയർ ആണ് കേട്ടോ. പക്ഷേ സംഭവം അടിപൊളി ഒരു സാധനമാണ് നമ്മളെ ഈ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ. അടിപൊളി ഒരു ആംപ്ലിഫയറാണ്. കാര്യം നമുക്കൊരു നല്ലൊരു ബഡ്ജറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറാണ്. കാര്യം 6690 രൂപയ്ക്ക് ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു മുതൽ തന്നെയാണ്. എല്ലാ ആമ്പുകളെ കണക്ക് തന്നെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ആമ്പ് 2 ചാനൽ ആമ്പാണെങ്കിലും ഇതിനകത്ത് നമുക്ക് ഔട്ട്ലൈൻ കിട്ടുന്നുണ്ട്.
നോർമലായിട്ടുള്ള 2 ചാനൽ ആകുമ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരത്തില്ല, അതായത് നമ്മളെ ഇൻപുട്ടിനകത്ത് ഔട്ട്ലൈനും കൂടെ വരത്തില്ല. അതായത് ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പവർ ഓണിനുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈ ലെവൽ ഇൻപുട്ട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ വയർ കാണിച്ചില്ല, ആ വയർ ഇതിനകത്താണ് കണക്ട് ചെയ്യുന്നത്. ട്രോ ആണ്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഡി സിയിലോട്ട് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം നല്ല മുഴക്കും അതിന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ട് കിട്ടാൻ ഇത് ഓണും ഓഫും ആക്കി കൊടുക്കാം. പോരാത്തതിന് ഇതാ ഇൻപുട്ട് നമ്മൾ RC കേബിൾ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഔട്ട്ലൈൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് വേറെ ആമ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് RC കേബിൾ ഒന്നും വലിക്കാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ ലൈൻ വലിച്ച് ഇതിനകത്തോട്ട് RC കേബിൾ ഇട്ട് നമുക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ലെവൽ മാക്സിമം ലെവല് നമ്മളെ ലോ പാസ് ഹൈ പാസ് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റാനായിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ഹൈ പാസിലുള്ളതായിട്ടുള്ള നമ്മളെ ഓളിയം, അതായത് അതിനുള്ള ഓളിയം ലെവൽ ഗെയിൻ എന്നൊക്കെ പറയും, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ബാസ് ബൂസ്റ്റ് അത് നമുക്ക് 0 BT മുതൽ DP മുതൽ 6 BT 12 BP വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് മാറ്റിയിടാൻ പറ്റും. അപ്പം നമ്മുടെ ആംപ്ലിഫയർ ഇതാണ് കേട്ടോ, ബ്ലോപാങ്ക് ആംപ്ലിഫയർ ആണ്. പിന്നെ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഗ്രൗണ്ട്, അതേപോലെ ഇതിനകത്തൊക്കെ ഓരോന്നിന്റെ ഓരോ രീതികളായിരിക്കും വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഗ്രൗണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട്, റിമോട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ACC കണക്ഷൻ അല്ലെങ്കിൽ P കണക്ട് അല്ലെങ്കിൽ റിം എന്നൊക്കെ പറയുന്ന റിമോട്ടിന് റിം എന്ന് പറയുന്നത്. പിന്നെ 12 വോൾട്ട് സപ്ലൈ, ഓരോരുത്തർക്കും ഓരോ രീതികളിലായിരിക്കും ഇതേപോലെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ ബ്രിഡ്ജ് ഇതാ അങ്ങേയറ്റവും ആയിരിക്കും ബ്രിഡ്ജ് കണക്ട് ചെയ്യേണ്ടത്. 2 സൈഡിലായിട്ട് വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. 2 ചാനലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓരോ സ്പീക്കറിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് ഇപ്പോൾ ഒരു സബ്ബൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് കണക്ട് ചെയ്യുക, ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള. ബ്ലോപാങ്ക് എന്നുള്ള ആമ്പ് വലുതായിട്ട് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റിവ്യൂ കൂടെ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ റിവ്യൂ ചെയ്തിട്ട് നമുക്ക് JBLന്റെ 1500 വാട്ട്സിന്റെ സബിന്റെ മാത്രമായിട്ടുള്ള റിവ്യൂയിലേക്ക് പോകാമെന്ന് ഞാൻ കരുതിയത്. അപ്പൊ നമുക്ക് 1500 വാട്ട്സിന്റെ സബിന്റെ റിവ്യൂയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മളെ JBLന്റെ 1500 വാട്ട്സിന്റെ സബ് ഓഫർ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം ഇതിനകത്ത് ട്യൂബും കാര്യങ്ങളും വന്നിട്ടില്ല. ട്യൂബ് വന്നിട്ട് 1500 വാട്ട്സിന്റെ ട്യൂബിന്റെ MRP എന്ന് വെച്ചാൽ 11990 എൻ്റെ അടുത്ത് പറഞ്ഞ റേറ്റ്. ഞാൻ ഇതുവരെ 1500 വാട്ട്സിന്റെ സബ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. പുതിയ റേറ്റ് എനിക്ക് അതാണ് പുള്ളിയുടെ അടുത്ത് ചോദിച്ചത്, പുള്ളിയുടെ പറഞ്ഞ റേറ്റ് അതാണ്. 11990 പറഞ്ഞത്. അതിന്റെ റേറ്റ് വന്നിട്ട് അതിപ്പം 1500ന്റെ സബ് മാത്രമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 5700 രൂപ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ക്വാളിറ്റി നമുക്ക് കമ്പനി തരുന്ന ആ ഒരു ട്യൂബിന്റെ ക്വാളിറ്റി നമ്മൾ രണ്ടാമത് മേടിക്കുന്ന ഒരു ട്യൂബിലും കിട്ടത്തില്ല. അതാണ് ശരിക്കും ആ ഒരു ട്യൂബിന് പോലും അത്രയും റേറ്റ് വരുന്നതിന്റെ കാര്യം അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അത് ദയവായി എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ സബ് മേടിക്കാൻ നേരത്ത് ലാഭമായിരിക്കും എന്ന് കരുതി നമ്മൾ വേറൊരു ട്യൂബിലോട്ട് വെച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ആ കമ്പനി തരുന്ന ഒരു ട്യൂബിന്റെ ഒരു പെർഫോമൻസ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. നമ്മളെ സബ് കണ്ടില്ലേ, സബ് ഏകദേശം 1500 വാട്ട്സിന്റെ സബാണ്. 12 ഇഞ്ചാണ്, അതായത് 12 ഇഞ്ചാണ് നമ്മളെ സബിന്റെ സൈസ് വരുന്നത്. 300 mm അതാണ് നമ്മളെ സൈസിന് പറയുന്നത്. ആംപ്ലിഫയർ 12 വോൾട്ട് ഓട്ടോമോട്ടീവ് സബ് ഓഫർ എന്ന് വരെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. നമ്മളെ സ്പീക്കറിന്റെ മാക്സിമം പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 വാട്ട്സും 325 RMS-ഉമാണ് നമ്മളെ സ്പീക്കറിന് ഉള്ളത്. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മളെ സെൻസിറ്റി 90 dB വരെ വരുന്നുണ്ട്. പോരാത്തതിന് നമ്മളെ ഫ്രീക്വൻസി വന്നിട്ട് 35 ഹെഡ്സ് മുതൽ 200 ഹെഡ്സ് വരെ വരുന്നുണ്ട്. പോരാത്തതിന് 4 ohm ആണ്. പക്ഷെ സിംഗിൾ കോയിനാണ് നമ്മളെ ഈ 1500 വാട്ട്സിന്റെ ഈ ഒരു സബ് വരുന്നത്. അതാണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാനുള്ള കാര്യം. നോർമലായിട്ട് നമ്മളെ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ 2 കോയിനാണ് വരുന്നത്. ഇതിപ്പം സിംഗിൾ കോയിനാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അതാ നമ്മളെ ആംപ്ലിഫയർ സബിന്റെ റേറ്റ് വന്നിട്ട് 5690 രൂപയാണ് ഈ ഒരു സബിന്റെ റേറ്റ് വരുന്നത്. മനസ്സിലായി? 1500 വാട്ട്സിന്റെ സബാണ്. പിന്നെ 1 year വാറണ്ടി, റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. പോരാത്തതിന് ഹാർമൺ ബ്രാൻഡാണ് വന്നിരിക്കുന്നത്. ഹാർമണിനുള്ളതാണ് JBL, അതേപോലെ ഇൻഫിനിറ്റി ഒക്കെ നമ്മളെ ഹാർമണിനുള്ളതാണ്. ഹാർമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി സ്റ്റീരിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഹാർമണാണ്. അപ്പം അവരാണ് ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നല്ല രീതിയിൽ ക്ലിക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ് ഹാർമൺ എന്നുള്ള സംഭവം മനസ്സിലാക്കി തുടങ്ങിയത് പോലെ ഈ ടാറ്റയിൽ വന്നതിന് ശേഷം. പക്ഷേ അതിന് മുമ്പേ ഹാർമൺ ഉണ്ട്. ഹാർമൺ വന്നതിന് ശേഷമാണ് JBLും കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷെ അന്നൊന്നും ആർക്കും ഹാർമണിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അന്ന് എല്ലാവരും JBL പറഞ്ഞു. അതുപോലെ നമ്മൾ ആ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. JBL ഏതൊരു സബിനെ കണ്ടാലും അവർ JBL എന്ന് പറയുന്നത്. പക്ഷേ JBL എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്. ഓരോ സ്പീക്കറിനും ഓരോന്നായ പേരാണ്. സോണി എക്സ്പ്ലോയിഡ് ആണ് സോണി എക്സ്പ്ലോയിഡ് എന്ന് വരും. അതേപോലെ പൈനിയർ ആണ് പൈനിയർ, JBL, ഇൻഫിനിറ്റി, റോക്ക്ഫോർഡ്, ഫോക്കൽ അങ്ങനെയായിട്ട് ഓരോ പേരുകളിലായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാ കണ്ടു അവരെ വണ്ടിക്ക് JBL വെച്ചിട്ടുണ്ട്, അവരെ വണ്ടിക്ക് സബ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. സബ് വയ്ക്കുന്നുണ്ട്, ഓക്കെ. എല്ലാത്തിനും JBL എന്നുള്ള പേര് അറിയപ്പെടാനുള്ള കാര്യം അതാണ്. കാര്യം ആദ്യ ടൈമുകളിൽ ടൂറിസ്റ്റ് ബസ്സുകൾ, നമ്മളെയൊക്കെ നല്ല ചെറുപ്പകാലം മുതലേ ടൂറിസ്റ്റ് ബസ്സുകളിൽ JBL എന്ന് പറഞ്ഞ ബ്രാൻഡാണെന്ന് വെച്ചിട്ടുണ്ട്. അന്ന് 1000 വാട്ട്സിന്റെ JBLന്റെ സബ്ബാണ് വെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പറയാണ് JBL
ക്ലിക്കായി. പക്ഷെ അതിന് മുമ്പേ ഉണ്ട് ഇൻഫിനിറ്റിയും സോണിയൊക്കെ. അതിന് മുമ്പ് വെച്ചിരുന്ന ആർക്കും ഈ സോണി എന്നുള്ള പേര്, ഇൻഫിനിറ്റി എന്നുള്ള പേരൊന്നും വലുതായിട്ട് ആർക്കും അറിയത്തൊന്നുമില്ല. അങ്ങനെയാണ് ഈ JBL എന്നുള്ള പേര് ക്ലിക്ക് ആവാൻ പോലുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യുന്ന നേരത്തിന്റെ മുകളിലായിട്ട് നമുക്ക് ഇതിന്റെ വാറണ്ടി കാർഡും 2 സ്റ്റിക്കറും വരുന്നുണ്ട്. ഇതിനുള്ളിൽ 2 സ്റ്റിക്കർ വരും. ഒരു സ്റ്റിക്കർ അല്ല, 2 സ്റ്റിക്കർ വരും. JBLന്റെ 2 സ്റ്റിക്കർ വരും. അപ്പം ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനകത്ത് വരുന്ന സിൽവർ ആയിരിക്കും എന്ന്. ആദ്യം എടുത്ത അതെനിക്ക് ട്യൂബിലാണ് സിൽവർ വരുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് വന്നപ്പോൾ സിൽവർ വന്നിട്ടില്ല, റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ വാറണ്ടി കാർഡും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടെർമോക്കോൾ പീസിനെ ആദ്യം ഒന്ന് എടുക്കാം. ഇതാണ് നമ്മളെ സബ്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കണ്ടണക്കൊന്നുമല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എല്ലാ പാക്കിങ് കാര്യങ്ങളൊക്കെ. കാര്യം ഇതിപ്പം കസ്റ്റമർ വരും, അവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരും. അപ്പം എന്തായാലും ഇത് പൊട്ടിക്കാം. ഇതാണ് നമ്മളെ സബ്, കണ്ടല്ലേ. 1500 വാട്ട്സിന്റെ നമ്മളെ സബ്ബാണ്. ഇത് തന്നെയാണ് നമ്മളെ ട്യൂബിനകത്ത് വരുന്നത്. വ്യത്യാസ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം വെയിറ്റ് ഈ ഇതിനകത്ത് കാണാതിരിക്കാൻ വഴിയില്ല. ഒറിജിനലായിട്ട് ചൈന എന്ന് ഇതിനകത്ത് മെയ്ഡ് ഇൻ ചൈന എന്ന് വരെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രാൻഡും കാര്യങ്ങളും ഹാർമണിന്റെ സ്റ്റിക്കറും ലോഗോയും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളെ മാഗ്നറ്റിക്കിന്റെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കറായിട്ട് ഒരു ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നു 2,800, 2,300 അല്ലെങ്കിൽ 2,800 ആ റേഞ്ചിൻ്റെ കിലോ അകത്തുണ്ട്. എന്തായാലും 3 കിലോയ്ക്ക് അകത്തുണ്ട്, എന്നാൽ 2 കിലോയ്ക്ക് മുകളിലും ഉണ്ട് വെയിറ്റ്. അപ്പോൾ നമ്മളിത് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓൾട്ടോയ്ക്ക് വേണ്ടി എടുത്തതാണ്. അപ്പം പുള്ളിക്ക് ട്യൂബ് വേണ്ട. പുള്ളി ട്യൂബ് വണ്ടിക്കകത്ത് വെച്ചാൽ വലിയ സൈസായി പോകും. പോരാത്തന്നെ അതിനകത്ത് വെഹിക്കിൽ 2 ഓൾ സ്പീക്കറും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു ട്യൂബ് മേടിച്ചിട്ട് ആ ട്യൂബിനകത്താണ് ഇത് ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആമ്പ് ഇതല്ല, ശരിക്കും പറഞ്ഞാൽ ആമ്പ് അതിനകത്ത് പറഞ്ഞാൽ കെൻവുഡിൻ്റെ ആമ്പാണ്. അപ്പോൾ ആ വീഡിയോസും ഇതിന് ശേഷമായിരിക്കും ആ വീഡിയോസ് വരുന്നത് പോലും. അപ്പം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ വേറൊരു പാർട്ടായിരിക്കും. ഈ ഒരു പാർട്ടല്ല, ആൾട്ടോയ്ക്കകത്ത് വയ്ക്കുന്നത്, ഈ ബോക്സിനകത്ത് കണക്ട് ചെയ്യുന്ന വയർ കൊടുക്കുന്നതും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാം. ഫുള്ള് നമ്മൾ നേരത്തെ ഒരു സ്വിഫ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പോരാത്തന്നെ ഒരു നമ്മളൊരു ബലേനയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അല്ല, ആൾട്ടോയ്ക്കകത്ത് ഞാൻ ഫുള്ളായിട്ട് ലൈൻ വലിച്ച് ഒന്നേം പറഞ്ഞ നമ്മൾ ലൈൻ വലിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. കാര്യം RC കേബിൾ അന്ന് നമ്മൾ RC കൺവെർട്ടറൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തത്. ഇതിനകത്ത് RC കൺവെർട്ടർ ഇടേണ്ട കാര്യം അതിനകത്ത് 1500 സ്പീക്കറാണ്. ഇപ്പോൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി നമ്മളെ. അപ്പം ഞാൻ വലുതായിട്ട് വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും നമ്മുടെ സബിന്റെ 1500 അവര് ഈ ഒരു സബിന് വേറെ പ്രത്യേകമുണ്ട്. ഇപ്പം 1300 വാട്ട്സ് ആയാലും ഇതിനകത്ത് ഇതേപോലെ അവരുടെ ആ ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ 1500-നകത്ത് എന്നല്ല 1500 HI എന്ന് പറഞ്ഞൊരു മോഡൽ നെയിം കൂടെ ഇതിന്റെ ബാക്കിൽ എന്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പോരാ തന്നെ നല്ല ലോഗോ ഒക്കെ നല്ല രീതിയിൽ തള്ളി നിൽക്കുന്ന ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബജ്ജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ്, ഒരു 3D ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് പോലും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുകൾ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. അതായത് റിവ്യൂ മാത്രമായിട്ടും പിന്നെ കാറിൻ്റെ വീഡിയോസും ചെയ്യും. അപ്പോൾ ഇതേപോലുള്ള കുറച്ച് പ്രോഡക്റ്റുകളുടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് പുള്ളി നമുക്ക് തരുന്ന ഹോൾസെയിൽ ഡീലറാണ്. അപ്പം പുള്ളി തരുമ്പം ഇതേപോലുള്ള കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പം അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ സത്യം പറഞ്ഞ ഈ കാണുന്ന JBLന്റെ സബ് പോലും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണാത്തവരും പുതിയതായിട്ട് കാണുന്നവരുമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം.